ഇൻഡിഗോ എയർലൈൻസ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പ്രോബ്ലം എന്താണ്? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 1000-ലധികം വിമാന സർവീസുകളാണ് ഇൻഡിഗോ ക്യാൻസൽ ചെയ്യണത്. ഇനിയും ക്യാൻസലേഷൻ തുടരും. കാരണം എന്താണ്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA നിശ്ചയിച്ച പ്രകാരം പൈലറ്റുമാർക്കുള്ള FDTL അതായത് ഫ്ലൈയിങ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ ഇപ്പോൾ കർശനമായിട്ട് നടപ്പിലാക്കിയിരിക്കുകയാണ്. ഒരു വർഷം മുൻപേ ഇത് സംബന്ധിച്ച് എയർലൈൻസുകൾക്ക് നിർദ്ദേശം കൊടുത്തതാണെങ്കിലും ഈ നവംബർ മാസം മുതലാണ് ഇത് കർശനമാക്കി നടപ്പിലാക്കിയത്. എന്ന് വെച്ചാൽ പൈലറ്റുമാർക്ക് വീക്കിലിയുള്ള റെസ്റ്റിംഗ് ടൈം 36 മണിക്കൂറിൽ നിന്നും ഇപ്പോൾ 48 മണിക്കൂറായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അതായത് പൈലറ്റ്മാർക്ക് കൂടുതൽ റെസ്റ്റ് വേണ്ടി വരുന്നു. അതനുസരിച്ച് പൈലറ്റ്മാർ ഷോർട്ടേജായി ഫ്ലൈറ്റുകൾ റീസ്കെഡ്യൂൾ ചെയ്തു. പിന്നെ ഡിലേയും ക്യാൻസലേഷനും ഒക്കെ വന്നു. ആൻഡ് ഇത് കൂടാതെ ഇൻഡിഗോ ചൂണ്ടിക്കാണിക്കുന്ന 2 കാരണങ്ങൾ കൂടെയുണ്ട്. അതായത് വിൻ്റർ ഷെഡ്യൂളും ഒപ്പം തന്നെ ടെക്നിക്കൽ ഇഷ്യൂ. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ദിവസേന 2000-ലധികം വിമാന സർവീസുകൾ നടത്തിക്കൊണ്ടിരുന്ന ഇൻഡിഗോയ്ക്ക് സർവീസുകൾ നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ദിവസം 100 ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ തൊട്ട് പുറകെയുള്ള മറ്റ് ഫ്ലൈറ്റുകളും ഒക്കെ തന്നെ ഡിലേ ആവുന്നു, ക്യാൻസൽ ആവുന്നു. ഒപ്പം തന്നെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി യാത്രക്കാരും. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ഫ്ലൈറ്റ് ക്യാൻസലേഷനൊക്കെ തന്നെ ഫുൾ റീഫണ്ട് നൽകുമെന്ന് ഇൻഡിഗോ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് ഡേറ്റ് ചേഞ്ചും. അപ്പോൾ ഇൻഡിഗോയിൽ ഇനിയിപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പാസഞ്ചറാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റിന് മുൻപായിട്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് ഓൺ ടൈം ആണ്, ഷെഡ്യൂൾ ആണ് എന്നുള്ളത് ഇൻഡിഗോയുടെ വെബ്സൈറ്റ് ത്രൂവോ അതല്ലെങ്കിൽ കോൾ സെൻറ്റർ ത്രൂവോ ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം യാത്രയ്ക്ക് ഇറങ്ങുക.